ഓം ശാന്തി. എൻ്റെ ദിവ്യ ബുദ്ധിരൂപി നേത്രത്തിലൂടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഒരു അതിസൂക്ഷ്മ തിളങ്ങുന്ന ജ്യോതിബിന്ദു ആത്മാവാകുന്നു. ഞാൻ എൻ്റെ ശ്രദ്ധ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. സാകാര ലോകത്തിൽ നിന്നും ഉയരത്തിൽ സ്വർണ്ണച്ചുവപ്പാർന്ന ലോകത്തിൽ ഞാൻ പരമധാമത്തിലെത്തുന്നു. അവിടെ പരമാത്മാ ശിവബാബ വിരാജമാനായിരിക്കുന്നു. സദാ പവിത്രമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ കിരണങ്ങൾ ഞാൻ ആത്മാവിലേക്ക് പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കിരണങ്ങളും എൻ്റെ മനസ്സിനെ സ്പർശിച്ചു കൊണ്ടുപോകുന്നു. മനസ്സിലെ വ്യർത്ഥ സങ്കല്പങ്ങൾ മുഴുവനും സമാപ്തമാകുന്നു. മനസ്സ് ശാന്തമാകുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ പവിത്ര സങ്കല്പങ്ങൾ ഉത്പന്നമാകുന്നു. പരമാത്മ പവിത്രതയുടെ ശക്തി എൻ്റെ ഓരോ സങ്കല്പത്തെയും ദിവ്യമാക്കുന്നു. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്നു. ദേഹിക് ദൃഷ്ടി, ആവേശം, സൂക്ഷ്മാഹങ്കാരം, മോഹമാലസ്യം, കുട്ടിക്കളി എല്ലാം തിരിച്ചറിഞ്ഞ് പരമാത്മ പവിത്രതയുടെ ശക്തിയിൽ സമാപ്തമാക്കുന്നു. സൂര്യന്റെ മുന്നിൽ അന്ധകാരമില്ല. അതുപോലെ പരമാത്മ പവിത്രതയുടെ മുന്നിൽ ഒരു ദുർബലതയും നിലനിൽക്കില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ സാകാര ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ പവിത്രതയുടെ ശക്തിയാൽ സമ്പന്നമാണ്. ഞാൻ ശുദ്ധ, പവിത്ര, ശക്തിശാലി ആത്മാവാണ്. ഞാൻ പവിത്രമായിരിക്കുന്നു. മറ്റുള്ളവരെയും പവിത്രമാക്കി മാറ്റണം. ഇതാണ് ഏറ്റവും വലിയ ദൈവിക സ്വഭാവം. പവിത്രതയുടെ ധാരണയിലൂടെ മറ്റു പെരുമാറ്റ രീതികളെല്ലാം സ്വതവേ വന്നു ചേരുന്നു. ബാബയുടെ ശ്രീമതമാണ് ജീവൻ മുക്തിക്കു വേണ്ടി തൻ്റെ സ്വഭാവത്തെ ദൈവികമാക്കി മാറ്റൂ. ഞാനിപ്പോൾ നിരാകാരനായ പരമാത്മാവിനോടൊപ്പം ബുദ്ധിയോഗം വച്ചിരിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് അണഞ്ഞുപോയ ആത്മദീപത്തെ പ്രകാശിപ്പിക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ അന്തിമ സമയത്ത് സദ്ഗതി ഉണ്ടാകുന്നു. ബാബ കുട്ടികളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാനായി വന്നിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഇവിടെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ബാബ
പരിധിയില്ലാത്ത സന്യാസം പഠിപ്പിക്കുന്നു. ഞാൻ ശ്രീമതത്തിലൂടെ നടക്കുന്നു. പഴയ ലോകത്തിൽ നിന്നും മുഖം തിരിക്കുന്നു. ബാബയ്ക്ക് തൻ്റെ പഴയ ശരീരം, മനസ്സ്, ധനത്തെ കൊടുത്ത് പുതിയതെടുക്കണം. ഞാൻ ലക്ഷ്യത്തെ സദാ സമീപത്ത് വെച്ച് ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യുന്നു. സദോ പ്രധാനമായ ലോകത്തേക്ക് പോകുന്നതിനു വേണ്ടി പവിത്രതയുടെ ശീലത്തെ സ്വായത്തമാക്കുന്നു. ബുദ്ധി കൊണ്ട് പരിധിയില്ലാത്ത സന്യാസം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ബാബയെയും തൻ്റെ സുഖധാമത്തെയും ഓർമ്മിക്കുന്നു. ഈ ദുഃഖധാമത്തിൽ നിന്നും ബുദ്ധിയോഗത്തെ മാറ്റുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് സർവരുടെയും ഗുണങ്ങളെ കണ്ട് അവരെ സന്തുഷ്ടമാക്കാനുള്ള താല്പര്യത്തോടെ സദാ ഏകരസമായി ഉത്സാഹത്തോടെ ഇരിക്കുന്ന ഗുണമൂർത്തികളായിരിക്കൂ. സംബന്ധ സമ്പർക്കത്തിൽ വരുന്നവരെയെല്ലാം സന്തുഷ്ടരാക്കാനുള്ള താല്പര്യമുണ്ടാകുന്നു. ഏവരിൽ നിന്നും ഗുണങ്ങൾ എടുക്കുന്നു. ഏകരസമായി ഉത്സാഹത്തോടെ ഇരിക്കുന്നു. സർവരുടെയും ഗുണങ്ങൾ കണ്ട് സ്വയം ഗുണമൂർത്തിയായി മാറുന്നു. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ ഫൗണ്ടേഷൻ ഉറച്ചതാണെങ്കിൽ സെക്കൻഡിൽ അശരീരിയാകുന്നത് സഹജമായി മാറും. ഓം ശാന്തി.